കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്നും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാ മുട്ടും മടങ്ങുന്ന, എല്ലാ നാമം പുകഴുന്ന ശ്രേഷ്ഠനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. നമ്മുടെ രക്ഷയാകുന്ന ദൈവമാണ്. നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനാണ്. മറ്റൊരു വ്യക്തിക്ക് നമ്മുടെ ഭാരം അറിയാൻ പറ്റില്ല, അതിൻ്റെ ആഴം അറിയാൻ പറ്റില്ല. പക്ഷെ അത് ചുമന്ന് മാറ്റുന്ന ഒരുവനുണ്ട്. അവൻ ചുമക്കുകയും ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. സ്തോത്രം. തള്ളകളെ പതുക്കെ നടത്തുകയും കുഞ്ഞാടിനെ മാർവിടത്തിൽ വഹിക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദൈവത്തിൻ്റെ കരുതൽ എത്ര ശ്രേഷ്ഠമാണെന്നറിയാം. ആരും കരുതിയില്ലെങ്കിലും നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. കർത്താവ് പറഞ്ഞ ഒരു പ്രസ്താവന, നാളേക്കായി നിങ്ങൾ വിചാരപ്പെടുന്നത്, കാക്കകളെ നോക്കുകയും വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പറവകളൊന്നും കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. സ്വർഗസ്ഥനായ ദൈവം അവയെ പുലർത്തുന്നെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളെ പുലർത്താതിരിക്കുമോ, നടത്താതിരിക്കുമോ, അറിയാതിരിക്കുമോ, കാണാതിരിക്കുമോ? എന്നാൽ ആ ഒരു അറിവ് നമ്മുടെ അകത്ത് ഇല്ല എന്നുള്ളത് വളരെ വേദനാജനകമായ അവസ്ഥ ഉളവാക്കുന്നു. എപ്പോഴും ചിന്തിക്കുക, എന്നെ നടത്താൻ കഴിവുള്ള ഒരു ദൈവം. പൗലോസൊക്കെ അതാണ് ധൈര്യത്തോടെ മുമ്പോട്ട് പോയത്. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അല്ലെങ്കിൽ കാക്കാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഞാൻ വിശ്വസിച്ച വ്യക്തി ആരാന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. നമ്മൾ ലോകത്തിലെ ഒരു നേതാവിനെയോ പാസ്റ്ററിനെയോ ഒരു പ്രസിഡന്റിനെയോ ഒന്നും അല്ലല്ലോ വിശ്വസിച്ചത്. വാക്ക് പറഞ്ഞാൽ മാറാത്ത, വാക്കിൽ വിശ്വസ്തനായ, വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഉവ്വ ഉവ്വ എന്ന് മാത്രം പറയുന്ന, വിളിച്ചു വരുത്താൻ കഴിവുള്ള സൃഷ്ടിതാവായ ദൈവത്തിലല്ലേ വിശ്വസിച്ചത്? പിന്നെന്തിനാണ് നിരാശപ്പെടുന്നത്? പിന്നെന്തിനാണ് ഭയപ്പെടുന്നത്? പിന്നെ എന്തിനാണ് ഭാരം നമ്മളെ വല്ലാതെ തളർത്തുന്നത്, നിരാശ വരുന്നത്? ഈ ചിന്ത നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ ധന്യരായിത്തീരുകയാണ്. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ലോകത്തിലെ ഒരു ധനാഢ്യനല്ല നമ്മളെ വിളിച്ചത്. അവർ ചെയ്യുന്നതിനൊക്കെ പരിധിയുണ്ട്. അബ്രഹാം കൊടുത്തുവിട്ട തുരുത്തിയിലെ വെള്ളം തീർന്നു, അപ്പവും തീരും. പക്ഷേ ദൈവം തുറന്നാൽ തുരുത്തിയിൽ ഇഷ്ടം പോലെ പകരത്തക്ക രീതിയിൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അബ്രഹാമോ ലോകമോ ഒക്കെ കൊടുക്കുന്നത് കുറേ മണിക്കൂർ കഴിയുമ്പോൾ തീരും. എന്നാൽ തീരാത്ത ഒരു നീരുറവ നമുക്ക് വേണ്ടി കർത്താവ് തുറന്നാൽ ആർക്കും അതിനെ അടയ്ക്കാൻ സാധ്യമല്ല. ഹാഗറിൻ്റെ വേദനയുടെ പീക്ക് ടൈമിൽ മരണം കാണണ്ട എന്ന് അകത്തളങ്ങളിൽ പറഞ്ഞപ്പോൾ, ഇല്ല, നീ പറഞ്ഞതല്ല സംഭവിപ്പിക്കുന്നത്, ഞാൻ ബാലനെ ഒരു ജാതിയാക്കുമെന്ന് നിന്നോട് വാക്ക് പറഞ്ഞെങ്കിൽ എങ്ങനെയാ ബാലൻ മരിക്കുന്നത്? ഹാഗറേ, നീ ബാലനെ താങ്ങി എഴുന്നേൽപ്പിക്കുക. ഒളിരിക്കുന്നിടത്ത് തന്നെ ഒരു നീരുറവ ദൈവം തുറന്നെങ്കിൽ ഇന്നു പകൽ വിശ്വസിക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ പറ്റില്ലെന്നും മതിയെന്നും സാധ്യതകൾ അടഞ്ഞെന്നും പറയുമ്പോൾ എത്രയോ ദൈവിക ശബ്ദങ്ങൾ, വാഗ്ദത്തങ്ങൾ, അരുളപ്പാടുകൾ നമ്മുടെ മേലുണ്ട്.
ഇനിയും നിന്നെ കൊണ്ട് ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുണ്ടാകും. ഈ ഒരു വചനത്തിൻ്റെ ശക്തി നമ്മളെ ഇന്ന് പകലിലും ബലത്തോടെ നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവനും നിങ്ങളെല്ലാവരും കാണുക ഈ ആരോഗ്യം വരാൻ ഹേതുവായി തീർന്നു. ഈ ചരിത്ര പശ്ചാത്തലം നമുക്കെല്ലാം അറിയാം. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ ചോദിപ്പാൻ ഒരു ദിവസമെന്നല്ല ദിനം പ്രതി ഇരുത്താറുണ്ടായിരുന്നു. ഈ പകൽ വിളിച്ചു പറയട്ടെ, ദിനം പ്രതി നമ്മളെ ഇരുത്തുവാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് എൻഡ് വരുത്തുവാൻ അഭിഷേകമുള്ള ചിലർ എഴുന്നേറ്റ് വരട്ടെ. നാളുകളായി നിങ്ങളെ ഇരുത്തുന്ന ചില പാരമ്പര്യ ശക്തികൾ, ചില വെല്ലുവിളികൾ എത്രയോ തവണ പാരലൈസ് ആയതുപോലെ എഴുന്നേറ്റ് നടക്കും. ഞാൻ അക്ഷരീകമല്ല പറയുന്നത്. എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതെ തളരുന്നത് പോലെ, ക്ഷീണിക്കുന്നത് പോലെ, നിരാശകത്വം നിങ്ങളുടെ ആത്മീയതയെ പ്രാർത്ഥനയെ പോലും ഒതുക്കിക്കളഞ്ഞ മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് പകൽ ദൈവാത്മാവിന് വിളിച്ചു പറയാനുള്ളത്, അഭിഷേകമുള്ള ചില പത്രോസ് എഴുന്നേൽക്കണം. സ്തോത്രം. ഒരു യോഹന്നാൻ അവരൊരുമിച്ച് നിൽക്കുകയാണ്. ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകുമെങ്കിൽ നാളുകളായി പിശാച് ബന്ധിച്ചൊതുക്കിയ, തളർത്തിക്കളഞ്ഞ, എഴുന്നേൽപ്പിക്കാത്ത, ദിനം പ്രതി കൊണ്ടിരുത്തുന്ന ചില ശക്തമായ വിഷയത്തെ എഴുന്നേൽപ്പിക്കത്തക്ക രീതിയിൽ ആത്മാവ് നിങ്ങളെ ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യട്ടെ. വിശ്വസിക്കുന്നവർ ഈ ദൂത് ഏറ്റെടുക്കട്ടെ. എത്രയോ വർഷമായി ഒതുങ്ങിയിരിക്കുന്നു, എത്രയോ വർഷമായ അകത്തളങ്ങളിലാണ്, എത്രയോ വർഷമായി വെളിച്ചം കാണാൻ കഴിയുന്നില്ല, ഇനിയും എനിക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ല. പലരും നിന്നെ ഒതുക്കിയിരുത്തിയിരിക്കുക. നീ ഇനി അതിനഡിക്റ്റാവരുത്. നിന്നെ ഉയർപ്പിക്കുന്ന, നിന്നെ നിവർത്തുന്ന, നിന്നെ കുതിച്ചു ചാടിക്കുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ പ്രിയ കുഞ്ഞെ വെളിപ്പെടുന്നുണ്ട്. സഹോദര സഹോദരി, വിശ്വസിച്ചുകൊണ്ട് ദൂതേറ്റെടുക്കട്ടെ. അങ്ങനെ ഈ വിഷയത്തെ കണ്ട പത്രോസ് കൈ കൊടുക്കുകയാണ്. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ. അവൻ പ്രതീക്ഷിച്ചത് വെള്ളിയ, പൊന്ന, അതൊന്നുമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനേക്കാൾ വലിയ അകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം പത്രോസിൽ നിന്ന് ഈ മനുഷ്യൻ്റെ മേൽ 40 വർഷമായി ഒതുക്കപ്പെട്ട ഈ മനുഷ്യൻ്റെ മേൽ വ്യാപരിച്ചപ്പോൾ ദൈവാത്മാവ് ദൂത് പറയുന്നു, 40 വർഷമായതിനെ 4 സെക്കൻഡ് കൊണ്ട് കുതിച്ചു ചാടുമാറാക്കുന്ന ദൈവ സാന്നിധ്യം ഇന്നു പകൽ വെളിപ്പെടുക. നാളുകളായി, വർഷങ്ങളായി, മാസങ്ങളായി ചിലതിനെ അകത്തളങ്ങളിൽ ഒതുക്കിയിരുത്തുന്ന മണ്ഡലങ്ങളെ ദൈവം പൊട്ടിച്ചെറിയുക. ഇനി നോക്കൂ, പത്രോസ് ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ആളുകൾ ഓടിക്കൂടുകയാണ്. അവർ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ 40 പരം വയസ്സ് പ്രായമുള്ള ജന്മനാ മുടന്തനായവൻ ഇപ്പോൾ കുതിച്ച് ചാടി നരിയാണികൾ ഉറച്ച് പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനത്തിന് വിസ്മയമായി തീർന്നു. അവർ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ ഇത് ചെയ്തു? അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടല്ല ചെയ്തത്, ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഉയരത്തിലതാണ്. പ്രിയരെ, നമ്മളിലൂടെ ദൈവം ചെയ്യിപ്പിക്കുന്ന സകല പ്രവർത്തികളും ഉയരത്തിൽ നിന്ന് വരുന്ന ശക്തിയാലാണ്, സ്വന്തം ശക്തി കൊണ്ടല്ല കേട്ടോ, സ്വന്തം ബലം കൊണ്ടല്ല. ഇനി നമ്മുടെ കുറിവാക്യത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് പത്രോസ് ജനത്തോട് പറയുകയാണ്, അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിക്കാനിടയായി. ഇവൻ ബലം പ്രാപിക്കാനുള്ള കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്നൊന്നും ഇട്ടതല്ല,
ഇവൻ ബലം പ്രാപിക്കാനുള്ള കാരണം യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയും ആ നാമത്തിൻ്റെ വിടുതലുമാണ്. പ്രിയ സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവിന് ഇന്ന് പ്രഭാതത്തിൽ പ്രഖ്യാപിക്കാനുള്ളത് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാലും യേശുവിൻ്റെ നാമത്തിൻ്റെ സാന്നിധ്യത്താലും ചിലത് എഴുന്നേൽക്കാൻ പോകുകയാണ്. മഹത്വം കർത്താവിന് കൊടുക്കാൻ തയ്യാറാകുക. അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ദേശത്ത് വെളിപ്പെടാൻ ദേശം ആശ്ചര്യം കൂറുമാറി. കാരണം എല്ലാവരും ഓടിക്കൂടുകയാണ്. കഴിഞ്ഞ 40 വർഷം ഇരുന്നവൻ 4 സെക്കൻഡ് കൊണ്ട് ചാടുന്നു. അവൻ്റെ നരിയാണികൾ ഉറയ്ക്കുന്നു. പ്രിയരെ, ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, നാളുകളായി ചോദ്യചിഹ്നമായ ചില വിഷയത്തിൻ്റെ മേൽ ദൈവം ഇടപെടാൻ പോകുന്നു. ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. ദൈവിക വിടുതൽ സംഭവിക്കാൻ പോകുന്നു. വിളിച്ചു പറ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ സാന്നിധ്യത്താൽ തന്നെ വിടുതൽ സംഭവിച്ചു എന്ന് വിളിച്ചു പറയാൻ തയ്യാറാകട്ടെ. യേശുവിൻ്റെ നാമം മുഖാന്തരം ആ യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം ഇവൻ്റെ മേൽ വരികയും നിങ്ങളെല്ലാവരും കാണുക ഇവൻ ആരോഗ്യം വരാനിടയായിത്തീർന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഇന്ന് പകൽ ചിലരുടെ മേൽ ആത്മീക ആരോഗ്യം വരിക. ആത്മീയമായി നിന്നെ തളർത്തി ക്ഷീണിപ്പിച്ച് ബലഹീനാക്കിയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആത്മീക ആരോഗ്യം, ശാരീരിക ആരോഗ്യം, മാനസിക ആരോഗ്യം, കുടുംബജീവിതത്തിന്മേൽ ഒരു കുതിപ്പ് ഇന്ന് പകൽ വെളിപ്പെടുക. നാളുകളായി ഒതുക്കപ്പെട്ട ചിലരോട് പ്രാർത്ഥനയിൽ ഒതുക്കപ്പെട്ട, ആരാധനയിൽ ഒതുക്കപ്പെട്ട, അഭിഷേക ഒതുക്കപ്പെട്ട, മുമ്പോട്ട് മൂവ് ചെയ്യാൻ കഴിയാതെ എല്ലാ മേഖലകളും ഒറ്റപ്പെട്ട ചിലരോട് അവിടുത്തെ ആത്മാവിനെ വിളിച്ചു പറ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ കുതിക്കാൻ പോകുകയാണ്. നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുകയാണ്. നിങ്ങളുടെ നരിയാണികൾ ഉറയ്ക്കാൻ പോകുകയാണ്. ഒരു ആത്മിക ബലം നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കൂ. ദൈവം നിങ്ങളെ ടച്ച് ചെയ്യുന്ന പകൽക്കാലമാണ്. അനേകർക്ക് നിങ്ങളൊരു ആശ്വാസമായി തീരാൻ പോകുകയാണ്. അനേകർക്ക് നിങ്ങൾ ആശ്ചര്യമായി തീരാൻ പോകുകയാണ്. അനേകർക്ക് നിങ്ങൾ അടയാളമായി തീരാൻ പോകുകയാണ്. ദൈവമഹത്വം ദേശത്ത് വെളിപ്പെടാൻ പോകുക. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ഒതുക്കപ്പെട്ട മണ്ഡലങ്ങൾ, തളർത്തപ്പെട്ടത്, ഇരുത്തപ്പെട്ടത്, ഹാലലു ഉറയ്ക്കാൻ കഴിയാത്തത്, 40 വർഷമായതിനെ ദൈവശക്തിയാൽ ഉറപ്പിച്ച യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാലും വിടുതലാലും ആ നാമത്തിൻ്റെ മഹിമയാലും ചിലതിനെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവന്നിരിക്കയാൽ സ്തോത്രം. സ്വന്തം ശക്തി കൊണ്ടല്ല പിതാവേ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ, ആ പുനരുത്ഥാനത്തിൻ്റെ പവറിനാൽ ചിലർ എഴുന്നേൽക്കാൻ പോകുന്നതിനാൽ, ചിലർക്ക് ആരോഗ്യം വരുന്നതിനാൽ, ബലം കൽപ്പിക്കപ്പെടുന്നതിനാൽ, ശാന്തി വരുന്നതിനാൽ, ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം അങ്ങയുടെ പദവിയിടത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയും ബലവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ഈ വചനങ്ങളാൽ ഒന്ന് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.